ഈ മധുരക്കണക്കിലൂടെയാണ് ഒരു മധുര പ്രതികാരം ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നത്. അപ്പം ഒരുപാട് പടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ള എനിക്കറിയില്ല. ഞാനൊരൊറ്റ സംഭവം കേട്ടുള്ളൂ. അല്ല അങ്ങനെ ARMന്റെ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അല്ലാതെ കുറെ കാര്യങ്ങള് പിന്നെ നമ്മളിപ്പോ വന്നു തുടങ്ങിയപ്പം പല ലൊക്കേഷൻസും പല ആൾക്കാരെടുത്തും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. അപ്പം നമ്മള് അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു ചോദിക്കണമെന്ന് ഒന്നും വിചാരിച്ചല്ല. ഇപ്പൊ ഈ അടുത്താണ് ഞാനിത് പറഞ്ഞത്. ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇത് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കേസായിരുന്നു. എൻ്റെ വീട്ടിലും നിർമ്മലിനെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യമായിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ നമ്മൾ ഇത്രയും വിശ്വസിച്ച ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിൽ നിന്നാണ് ഞാൻ അത് പറയാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയില്ല. ഹരീഷേട്ടനാണല്ലോ ഇതിലെ പ്രൊഡ്യൂസർ. ഹരീഷേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വന്നിരുന്നു ഇങ്ങനെ അഭിനയിപ്പിക്കരുത് എന്നങ്ങാണ്ട് പറഞ്ഞിട്ട്? അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും മുഖമടച്ചിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവുമായിരുന്നു? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഹരീഷ് ഇപ്പോൾ പറയേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ തന്നെ അവർക്ക് നല്ല മറുപടി കൊടുക്കുമായിരുന്നു. അത് ഹരീഷിനെ കൂടുതൽ അഭിനയിപ്പിക്കാനുള്ള ഒരു ധൈര്യവുമായിട്ട് മാറ്റുമായിരുന്നു ഞാൻ. അതേന്ന് എന്നെ നമ്മളടുത്തൊന്നും അങ്ങനെ കളിയൊന്നും കളിക്കില്ല. എന്നൊന്നും ആയിട്ടില്ല, ഒന്നും നടക്കില്ല. അമ്മ സംഘടനയിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ചാൻസ് കുറഞ്ഞത് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എങ്ങനെയായിരിക്കും അത്? അതല്ല, അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല് അമ്മ സംഘടനയില് പരാതി കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പുറത്തേക്ക് പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. അമ്മ സംഘടനയിൽ പരാതി കൊടുത്തിട്ട് അവിടെ തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഈ പ്രസ്ഥാനം പുറത്തേക്ക് വരില്ലല്ലോ. അമ്മ സംഘടനയിൽ നിന്ന് ആദ്യമേ പുറത്തുപോയ ഒരാളാണ്, രാജിവെച്ച് പോയ ആളാണ് ഹരീഷേട്ടൻ. ഇനി ഒരിക്കലും അമ്മ സംഘടനയിൽ വരില്ലേ? അല്ല, ആ ഉത്തരൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞാ മതി. അല്ല, ഞാനായിട്ട് ഇറങ്ങിപ്പോന്നതാണല്ലോ. അതിൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്ന് വീണ്ടും അതിൻ്റെതായ രീതിയിൽ ഒരു കാർപ്പറ്റ് അവിടെ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. അത്രയേ ഉള്ളൂ. ഹരീഷാന്റെ വിഷയത്തിൽ നീതി നിഷേധമായിരുന്നില്ലേ അമ്മയുടെ ഭാഗത്ത് നിന്ന്? അപ്പൊ അതിനെങ്ങനെ കാണുന്നത്? അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഇയാളെ പറ്റി ഇതുപോലെ കുറെ പരാതികളുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ അമ്മ സംഘടനയിൽ ചോദിച്ചിട്ടല്ലോ ഇയാൾക്ക് ഈ പൈസ കടം കൊടുത്ത്. അമ്മ അങ്ങനെയാണോ മറുപടി? അമ്മ അങ്ങനെയല്ല. അമ്മ തന്ന മറുപടിയല്ല, ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ്. ഞാൻ ചോദിച്ചത് അമ്മയുടെ ഭാരവാഹികളുടെ നിലപാട് എന്തായിരുന്നു? ഇല്ല, ഞാൻ അന്ന് ഇടവേള ബാബുച്ചേട്ടൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അയാള് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞു, കൊടുത്തോളാന്നും പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. റീഹാൻഡ് ആണോ ക്യാഷ് കൊടുത്ത്? അതെ, അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ല, തെളിവില്ലല്ലോ. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്ത? അല്ല, ഞാന് തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നെ തരാത്തതും അത് പോരാത്തതും പാരയും കൂടി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഇനി നിയമ നടപടി സ്വീകരിക്കാലോ? സ്വീകരിക്കുമോ? ചിലപ്പോ സ്വീകരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ മതി, ഇല്ലേ? ഒരു മിത്രത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കുക. ചിലപ്പോ അത് എന്തെങ്കിലും ചീത്ത പറയുക, അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോകും. ഇത്രയും സംഭവിക്കുള്ളൂ. അസമയം ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കും. അപ്പൊ അവർ പറയും പിന്നെ തരാന്ന് പറയും. തിരിച്ചു കിട്ടാണ്ടാവും, വീണ്ടും ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് നിന്ന് ചീത്ത വിളിക്കുക. അത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാ സംഭവിക്കുക, അല്ലേ? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ അനുഭവം. അതുകൊണ്ട് ഹരീഷ്, ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിയമ നടപടി, നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വഴിയുണ്ടോ? നമ്മളൊരാൾ കൊടുത്ത പൈസക്ക് 420 ചീറ്റിംഗ് 7 വർഷം വരെ ശിക്ഷ വരും. അതിന്റെ ഇടയിൽ കോടതി
കോമ്പൻസേഷൻ വെക്കും. എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഇത്ര വലിയ തുകയൊന്നല്ല ഞാൻ ചോദിച്ചപ്പോ ഞാൻ ഒരു ചെക്കാണെങ്കിൽ ചെക്കിന് വേറെ കേസാണ്. ചെക്കല്ല പ്രൂഫ് ഉണ്ട്, കൊടുത്തതിന് പ്രൂഫ് ഉണ്ട്. അപ്പൊ ഞാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞത് നിങ്ങൾ ഒരു ആൾക്ക് അറിഞ്ഞു കൊടുത്ത ഒരാൾക്ക് കൊടുത്ത പൈസക്ക് ഒരിക്കലും അതിന് എഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 420 ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം. എഗ്രിമെന്റിലാണ് നമ്മൾ ഒരു ജിപേ ചെയ്യുകയാണെങ്കിൽ തിരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു കേസ് തള്ളും. നിങ്ങൾ ചോദിച്ചോണ്ട് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങൾ കേസ് പറയുന്നു, കേസ് 125 പറയാ അല്ല ഇതാ. ഓക്കെ അറിയാം, താങ്ക് യു. ഒറ്റക്കല്ലെന്ന് മനസ്സിലായില്ലേ? അതല്ല, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, എന്തോ ഒരു പിശകുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയൊരു, അതായത് അടൂർ സാറാണെങ്കിലും യേശുദാസ് സാറാണെങ്കിലും മലയാളിയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ്, രണ്ട് രീതിയിലാണെങ്കിൽ പോലും. അപ്പോൾ അത്തരം ആളുകളെ അടച്ചാക്ഷേപിച്ച് അതിൻ്റെ പിറ്റേത്തെ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റർ പങ്കുവെക്കുന്നതിൽ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട കലാകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ രീതിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും അയാളും തമ്മിൽ എന്ത് വ്യത്യാസം, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലുള്ള ഒരു ധാർമ്മികതയുണ്ട്, ഒരു സമൂഹത്തിൻ്റെ ഒരു നമ്മൾ പുലർത്തേണ്ട ചില, അത് നമ്മൾ ആരോടാണെങ്കിലും ചൂണ്ടിക്കാണിക്കും. അങ്ങനെ അത് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തമാണ് ഒരു കലാകാരൻ എന്നൊക്കെ പറയാം. അത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ ആ സിനിമയെക്കുറിച്ചോ അതിലെ വ്യക്തി എന്ന കലാകാരനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായം. പലപ്പോഴും നേരെ മറിച്ച് നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആളുകളും കൂടിയാണ്.